സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മലയാളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനൊരു കഥയുണ്ടെന്ന് അറിഞ്ഞതെന്നാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഒത്തിരി പേര് വായിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ 2.5 ലക്ഷം കോപ്പി വിറ്റെങ്കിൽ ഒരു പുസ്തകം 4 പേര് വായിച്ചെന്ന് വിചാരിച്ചാലും 10 ലക്ഷം പേര് വായിച്ചെന്ന് നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം. എങ്കിൽ പോലും മൊത്തം മലയാളി സമൂഹത്തിൻ്റെ വളരെ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് വായിക്കപ്പെട്ടത്. നമ്മളെല്ലാവരും വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇതൊരു പരക്കെ വായിക്കപ്പെട്ട കൃതിയാണ് എന്ന്. അതിന് പുറത്തുള്ളവർ ആദ്യമായി കഥയെ കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരാളൊരു ജീവിതം കേൾക്കുന്നു, ഒരു ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അത് അതുപോലെ പകർത്താനല്ല അയാൾ കഥ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവചരിത്രം ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അയാൾ ആത്മകഥയാണ് എഴുതേണ്ടത്. അതിനപ്പുറത്തു നിന്ന് ഇപ്പോൾ ബ്ലസ്സി സാറ് നോവൽ വായിച്ചപ്പോൾ എങ്ങനെയാണോ തൻ്റെ ഭാവനകൾ വർക്ക് ചെയ്തത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഒരു കഥ കേൾക്കുമ്പോൾ. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ടല്ല. എൻ്റെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന കഥ യഥാർത്ഥത്തിൽ പത്രത്തിൽ വന്ന ഒരു കുഞ്ഞു കോളം വാർത്തയാണ്. യൂറോപ്പിൽ ഒരു പോസ്റ്റ്മാൻ 1000-ലധികം മോഷ്ടിക്കപ്പെട്ട കത്തുകളുമായി പിടികൂടി. പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ആൾ കത്ത് മോഷ്ടിച്ച് വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ചെറിയ കോളം. പക്ഷേ അതിനെയാണ് നാട്ടിൽ ഒരു പോസ്റ്റ്മാൻ ഇങ്ങനെ കത്ത് മോഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും, പല കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇടപെടുമെന്നുള്ളൊരു സുദീർഘമായൊരു കഥയായിരുന്നു. അത്രയേ ഉള്ളൂ ജീവിതം, നമുക്ക് അത്രയും മതി. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏരിയകളാണ് ബാക്കിയെല്ലാം എന്ന് പറയുന്നത്. അത് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് കൺഫ്യൂഷൻ. അതൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. സിനിമ എടുക്കുക എന്ന് പറയുന്നത് സംവിധായകൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ആ ഊർജ്ജങ്ങൾ പരസ്പരം എങ്ങനെ കൈമാറുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ആ കൺഫ്യൂഷൻ മാറുമെന്നുള്ളതാണ്. വായനക്കാർക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. വായനക്കാർ ഈ പറഞ്ഞില്ലേ, കഴിഞ്ഞ 10-16 വർഷമായി നമ്മളിവിടെ ഉണ്ട്. ഒരിക്കലും ഒരു പത്രസമ്മേളനത്തിലോ ഇവിടെ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റുകളുടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വേദിയിലോ ഒന്നും ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടേ ഇല്ല. അത് വായനാ സമൂഹത്തിന് പുറത്തുള്ള സമൂഹത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഈ ശതമാനക്കണക്ക് ചോദിക്കുന്നതാണ് ഏറ്റവും മണ്ടത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അവരോട് അങ്ങനെ തന്നെ പറയും, ഇത്ര ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് പരിഹസിക്കാവുന്നത് തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ആ കണക്ക് അങ്ങനെ ഞാൻ ഓർത്ത് വെച്ചേക്കല്ലേ, 30% അളവ് ഇത് കറി ഉണ്ടാക്കുകയൊന്നുമല്ലോ 30% എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുടെ ശരി 30, 70 ഇതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാനല്ലേ ഒരു എഴുത്തുകാരന് പറ്റത്തുള്ളൂ. അങ്ങനെ ശതമാനക്കണക്കൊന്നും പറയില്ലെന്ന്. കാരണം നമ്മുടെ ഓർമ്മകൾ നമ്മളുടെ ഒക്കെ ഇവിടെ കിടക്കുകയാണ് എഴുതുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, സിനിമയിലും നോവലിലും ഉള്ള ഒരു സാധനമാണ് ഈ റോഡിൽ. നിങ്ങൾ പലരും സിനിമ കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റോഡിൽ എത്താറാകുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു എരപ്പ് കേൾക്കുന്ന ഒരു ഇതുണ്ട്. അത് എൻ്റെ നോവലിൽ പറയുന്നത് ടാർ റോഡിൽ ചക്രങ്ങൾ വരുമ്പോൾ, ഹൈവേയിലൂടെ പോകുമ്പോൾ ഉള്ള ചക്രങ്ങളുടെ മുരൾച്ച എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ആ ശബ്ദം. അത് എൻ്റെ ബാല്യത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയത്. എൻ്റെ ഫാദർ ടാക്സി ഡ്രൈവറായിരുന്നു. അപ്പോൾ അദ്ദേഹം യാത്ര പോയിട്ട് തിരിച്ചു വരുന്നത് ഒരു വീട്ടിൽ, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, വീട്ടിലിങ്ങനെ കാത്തു കിടക്കും, അച്ഛൻ വന്നോ എന്നിങ്ങനെ ഓർത്ത്. അപ്പം നമ്മുടെ ഒരു 700 മീറ്റർ അകലെയാണ് ഹൈവേ കടന്നു പോകുന്നത്. ആ ഹൈവേയിലൂടെ കടന്നു പോകുന്ന ലോറികളുടെ ശബ്ദം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷന് വരുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ നിന്നൊരു സാധനത്തെ പൊക്കിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എത്ര ശതമാനം നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ നജീബ് പറയുന്ന കഥയിൽ ഞാൻ മരുഭൂമിയിലൂടെ ഓടി തളർന്ന് അവശനായി വെള്ളം കുടിക്കാനാവാതെ 2 ദിവസം കൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത്. എന്ത് സാറേ ഒന്നും പറയണ്ട, അതൊരു കഥയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ വികസിപ്പിച്ച് 7 അധ്യായങ്ങളുള്ള 8 അധ്യായങ്ങളൊന്നായി മാറ്റുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ. അപ്പോൾ അതിനകത്ത് എങ്ങനെ നമുക്ക് ശതമാനക്കണക്ക് പറയാൻ പറ്റും? ആ ചോദിക്കുന്നവരോട് ഇങ്ങനെ കണക്ക് പറഞ്ഞ് അവരെ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അതങ്ങനെ ശതമാനം അങ്ങനെയൊന്നും അല്ല സത്യത്തിൽ കണക്ക് കൂട്ടേണ്ടത്.